ഹലോ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വീക്ക് പോയിന്റ് ആയിട്ടുള്ള സംഭവത്തിൽ നമ്മളൊരു സ്ട്രോങ് പോയിന്റ് ആയിട്ട് മാറ്റാൻ പോവാണ് പഠിക്കാൻ വേണ്ടി. എന്താണെന്ന് കണ്ടാലോ? ബയോ. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസം കേട്ടോ. അപ്പം ഞാൻ ഓർത്തു എങ്ങനെയെങ്കിലും ഈ ഒരു ദിവസം പ്രൊഡക്റ്റീവ് ആക്കണമെന്ന്. കാരണം കുറേ ദിവസമായിട്ട് കോളേജിൽ ഒരു പ്രോഗ്രാമിന് വേണ്ടിയുള്ള പ്രാക്ടീസും അങ്ങനെയൊക്കെ ആയിട്ട് പഠിത്തം ഒന്നും തന്നെ സ്റ്റാർട്ട് ചെയ്തില്ല. ഫൈനൽ ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പം എനിക്കിപ്പോൾ ഓർത്തോയിലാണ് പോസ്റ്റിംഗ് ഉള്ളത്. അപ്പം ഞാൻ ഓർത്ത് ഓരോ പോസ്റ്റിങ്ങിന് സമയത്തുള്ളത് പഠിച്ച് പോകാമെന്നായിരുന്നു ഓർത്തിരുന്നത്. പക്ഷെ ഒന്നുമേ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല, കുറേ പെൻഡിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീക്ക് എന്ന് പറയുമ്പോൾ കുറേ അവധിയുള്ള ദിവസങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ആ ദിവസങ്ങളൊക്കെ മാക്സിമം പ്രൊഡക്റ്റീവ് ആക്കിയിരിക്കുകയാണ്. അങ്ങനെ ഒരു മോട്ടിവേഷനോടെ എഴുന്നേറ്റ ഒരു ദിവസമാണ്. അപ്പൊ ഞാൻ ഓർത്തു എന്റെ സ്ക്രീൻ ടൈമിനെ കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സ്റ്റഡി ടൈം ആക്കാം എന്നോർത്തിട്ടാണ് ഞാൻ ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റിരിക്കുന്നത്. അപ്പൊ ഈ വീഡിയോ ഇന്ന് കാണുന്നതിൽ പഠിക്കാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ മടിയും കാര്യങ്ങളായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്ന് യൂസ് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഹാർട്ട് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞ് കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് എന്ത് വേണം, സ്ക്രീൻ ടൈം എത്രയാണെന്ന് അറിയണം. കാണാം, ബയോ. സോ അപ്പോൾ നമ്മുടെ ലാസ്റ്റ് 7 ഡേയ്സിൽ നമ്മുടെ ഒരു ആവറേജ് വരുന്നതെന്ന് പറയുന്നത് ഇത്രയാണ്. അപ്പൊ നമ്മുടെ സ്ക്രീൻ ടൈം വരുന്നത് 6.5 മണിക്കൂറാണ്. അതിൽ ഒരു അരമണിക്കൂർ കൂടെ കൂട്ടിയിട്ട് 7 മണിക്കൂറാണ് നമ്മൾ ഇന്ന് എടുക്കുന്ന ചാലഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ചാലഞ്ച് ഇപ്പം സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഓൾറെഡി ഇന്നലെ തന്നെ ഓർത്തോയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി എനിക്ക് ചെയ്യാനുള്ളത് ഇന്ന് പഠിക്കേണ്ട കുറച്ച് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് ഓർത്ത് സെലക്ട് ചെയ്തിട്ട് ഒരു ടു ഡു ലിസ്റ്റ് റെഡിയാക്കണം. ഇതെൻ്റെ കമ്മ്യൂണിറ്റി എക്സാമിൻ്റെ സമയത്ത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് ടൈം ടേബിൾ ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇപ്പോഴാണ് ഈ ഒരു ബുക്ക് തന്നെ തുറക്കുന്നത്. ഫൈനൽ ഇയർ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഞാൻ എല്ലാം മാരോ നോക്കിയിട്ട് തന്നെയായിരുന്നു പഠിക്കുന്നത്. മാരോയും ടെക്സ്റ്റ് ബുക്കും അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് പഠിക്കുന്നത്. അപ്പം എനിക്ക് ചില സമയത്ത് ഇപ്പോൾ തോന്നാറുണ്ട്, ഫസ്റ്റ് ഇയർ തൊട്ടേ മാരോ നോക്കിയൊക്കെ പഠിക്കാമായിരുന്നല്ലോ, അല്ലെങ്കിൽ സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഒരേ സമയത്ത് നമുക്ക് മറ്റ് സബ്ജക്ട്സ് നോക്കാമായിരുന്നല്ലോ എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. പക്ഷെ നമ്മൾ പ്രാക്ടിക്കലി ആ ഒരു സമയത്ത് നമുക്ക് ഒരിക്കലും പറ്റില്ല. നമുക്ക് എപ്പോഴും നമ്മുടെ ഫോക്കസ് ആ ഇയറിലെ സബ്ജക്റ്റ് മാത്രമായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല, ഫൈനൽ ഇയർ സബ്ജക്റ്റ് എല്ലാം നല്ല രീതിയിൽ പഠിക്കാതെ മാത്രമേ ഇനി ചെയ്യാനുള്ളൂ. അപ്പം ഓർത്തോ എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ ഓർത്തു. പക്ഷെ അതിൻ്റെ ഇടയിലായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ, കോളേജിൽ പ്രോഗ്രാമും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിട്ട് തിരക്കായിരുന്നപ്പോഴേക്കും ഒന്നും തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ആകപ്പാടെ 1-2 ടോപ്പിക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ലാസ്റ്റ് എൻപോസ്റ്റിംഗ് എക്സാം ഉണ്ടായിരുന്നു. ആ എക്സാമിന് വേണ്ടി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും ആ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിലെ മെയിൻ ഇമ്പോർട്ടൻറ്റ് ഏരിയ മാത്രമേ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് മാത്രം പോരാ, നമുക്ക് കുറേ കൺസെപ്റ്റും കാര്യങ്ങളും മനസ്സിലാക്കണം. പിന്നെ കൂടുതലായിട്ടും ഫൈനൽ ഇയർ എനിക്ക് മനസ്സിലാക്കിയത്തോളം മനസ്സിലായത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ പ്രാക്ടിക്കൽ ഏരിയ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതിന് നമുക്ക് കുറേ തിയറി മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിക്കണം എന്നൊക്കെ ആഗ്രഹങ്ങളുണ്ട്. അതിനുവേണ്ടി മാക്സിമം ഫസ്റ്റ് തൊട്ട് ട്രൈ ചെയ്യണമെന്നുണ്ട്. പക്ഷേ എത്രത്തോളം നടക്കുമെന്ന് അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിയിൽ ഡിമോട്ടിവേറ്റഡ് ആവും, ഇടയ്ക്ക് മടി വരും. അപ്പം ഞാൻ ഓർത്തു ഫസ്റ്റ് തന്നെ നോട്ട്സ് എഴുതാമെന്ന്. കാരണം ഞാൻ ഫസ്റ്റ് ഇയർ നല്ലപോലെ നോട്ട്സ് എഴുതുമായിരുന്നു. സെക്കൻഡ് ഇയർ ചില സബ്ജക്റ്റ്, ഫാർമക്കോളജി, പെത്തോളജി, അങ്ങനത്തെ 2 സബ്ജക്ട്സിന് ഞാൻ നോട്ട്സ് എഴുതും. തേർഡ് ഇയർ ആയപ്പോൾ നോട്ട്സ് ഒന്നും എഴുതത്തിണ്ടായിരുന്നില്ല. പക്ഷേ ഫൈനൽ ഇയറിന് നോട്ട്സ് എഴുതണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലെ ഉണ്ട്. കാരണം മാരോയിലെ വീഡിയോസ് കണ്ട് അതിലെ നോട്ട്സും പിന്നെ അതിനുശേഷം നമ്മുടെ ടെക്സ്റ്റ് ബുക്കുമായിട്ട് കമ്പയർ ചെയ്തെല്ലാം കൂടെ ആയിട്ടുള്ള ടൈമില്ല. അപ്പം ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ് എന്താ ചെയ്യേണ്ടതെന്ന്. പിന്നെ ഇപ്പോൾ തുടക്കത്തിൽ നമുക്ക് കുറച്ച് സമയമുള്ളപ്പോൾ ആ സമയം അനുസരിച്ച് നമുക്ക് കുറച്ച് നോട്ട്സ് എഴുതാം. ലാസ്റ്റ് ആകുമ്പോൾ ടെസ്റ്റ് തന്നെ നോക്കാം. അങ്ങനെയൊക്കെയാണ് ഞാൻ ഓർക്കുന്നത്. കാരണം മാരോയുടെ നോട്ട്സ് മാത്രം നമുക്ക് എഴുതിയിട്ട് കാര്യമില്ല. അതിൽ കുറച്ച് മാത്രമേ ഉള്ളൂ, മെയിനായിട്ടുള്ള കീ പോയിന്റ്സും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരു തിയറിക്ക് എഴുതുമ്പോൾ വേണ്ട അത്രയും കാര്യങ്ങളില്ല. അതുകൊണ്ട് ടെസ്റ്റ് തന്നെ വായിക്കണം. പിന്നെ ടെക്സ്റ്റ് ബുക്കും വായിച്ച് മാരോയുടെ വീഡിയോസ് എന്ന് പറയുമ്പോൾ 1 hour ഉണ്ട്. ഈ 1 hour വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചെടുക്കുമ്പോഴേക്കും എന്തായാലും ഒരു 2-2.5 മണിക്കൂറും ആവും. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് ഞാൻ ഇപ്പൊ പഠിച്ചു വരുന്നേ ഉള്ളൂ, എന്ത് ചെയ്യണമെന്ന്. ഇപ്പൊ പഠിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഒരു ഐഡിയ അങ്ങനെ കിട്ടണില്ല. പിന്നെ ആസ് എ സീനിയർ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്,
ഫസ്റ്റ് ഇയർ ഇപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ സെക്കൻഡ് ഇയറും തേർഡ് ഇയറും പഠിക്കുന്ന കുട്ടികൾക്ക് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് വേറെ സബ്ജക്ട്സ് ഒക്കെ നോക്കാൻ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ അനാറ്റോമി, പ്രത്യേകിച്ച് അപ്പർ ലിംബിലെ ലോവർ ലിംബിലെ അനാറ്റോമി ഒക്കെ നല്ലപോലെ പഠിച്ചു വെക്കുക. അതാണ് ഏറ്റവും ഓർത്തോയുടെ ഒരു ബേസിക്സ് എന്ന് പറയുന്നത്. അപ്പർ ലിംബ് ലോവർ ലിംബാണ് മെയിൻ ആയിട്ടും, അതെങ്കിലും അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ ക്ലിനിക്സിലൊക്കെ ചെല്ലുന്ന സമയത്ത് അവർക്ക് ഓർത്തോ പോർഷൻ മാത്രം പഠിപ്പിച്ചാൽ മതി, അനാറ്റോമി അല്ല. അപ്പോൾ നമുക്ക് നോർമൽ അനാറ്റോമി അറിഞ്ഞിട്ടുണ്ടെങ്കിലേ അതിൽ നിന്നുള്ളൊരു ഡീവിയേഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഉദാഹരണത്തിന് നമ്മൾ ക്ലിനിക്സിൽ ചെല്ലുമ്പോൾ നമുക്ക് സാറുമാർ കയ്യിൽ എക്സ്റേ എടുത്തിട്ട് അത് കണ്ടുപിടിക്കാനേ പറയത്തുള്ളൂ. നമുക്ക് നോർമൽ അനാറ്റോമി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് എന്തൊക്കെ ഡീവിയേഷൻ വന്നിട്ടുണ്ട്, എന്തെങ്കിലും ഫ്രാക്ചർ ഉണ്ടായോ, ഡിസ്ലൊക്കേഷൻ ഉണ്ടായോ എന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റത്തുള്ളൂ. കാരണം അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ അനാറ്റോമി പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, അവർക്ക് ഓർത്തോ പാർട്ട് മാത്രം മതി. അപ്പൊ നമ്മുടെ അനാറ്റോമി മനസ്സിലാക്കിയിരിക്കുക, കൺസെപ്റ്റ് മനസ്സിലാക്കി, അത് നമ്മുടെ ഇതാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനൽ ഇയർ സ്റ്റാർട്ട് ചെയ്ത് അവിടെ പോയ സമയത്ത് തുടക്കത്തിൽ അവരിതുപോലെ പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. കാരണം ഞങ്ങൾക്ക് എന്തോ ആദ്യം നെർവ് ഇഞ്ചുറീസ് ആയിരുന്നു പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ റേഡിയൽ നെർവ്, മീഡിയൻ നെർവ്, മൾനാർ നെർവ്, അതിൻ്റെയൊക്കെ ഒറിജിൻ, കോഴ്സ്, ടെർമിനേഷൻ ഇതൊക്കെ ചോദിച്ചപ്പോഴേക്കും പെട്ടെന്ന് നമുക്ക് പണ്ട് പഠിച്ചതൊന്നും ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ നമ്മളോട് ഇവരിങ്ങനെയാണ് ചോദിക്കുന്നത്, ഷാഫ്റ്റ് ഓഫ് ഹ്യൂമറസിന്റെ ഫ്രാക്ചറിൽ ഏത് നെർവിനാണ് ഡാമേജ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു. നമുക്ക് നമ്മുടെ അപ്പർ ലിംബിലെ ഓരോ നെർവിന്റെയും കാര്യങ്ങൾ, അതിന്റെ ഒറിജിനും കോഴ്സും ടെർമിനേഷനും ഒക്കെ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ, ഷാഫ്റ്റ് ഓഫ് ഹ്യൂമറസിൽ ഇതായിരിക്കും വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് റേഡിയൽ നെർവ് ആയിരിക്കും എന്ന് പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പൊ ടൈമൊക്കെ കിട്ടുന്ന അനുസരിച്ച് എല്ലാവരും നല്ലപോലെ അനാറ്റോമിക്ക് നല്ല വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഹലോ, അപ്പൊ ഞാനിപ്പം പുറത്തു പോയിട്ട് വന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കഴിഞ്ഞ വ്ളോഗില് എനിക്കിവിടെ സ്കിന്നിൽ ഡെർമറ്റൈറ്റിസ് ആയിട്ടിരിക്കുമായിരുന്നു. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് 1 വീക്കായി സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പൊ അതിന് മെഡിസിനും കാര്യങ്ങളും കഴിഞ്ഞു. പിന്നെ 1 വീക്ക് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് അവധി ആയതുകൊണ്ട് ഞാൻ പോയി കണ്ടു. ഇത്രയും മരുന്നുണ്ട്. അപ്പം അതൊക്കെ മേടിച്ചു. ഇനി എനിക്ക് ലഞ്ച് ചെയ്യണം. കുറെ നേരത്തെയാണ്, 11 മണി ആയിട്ടുള്ളൂ. പക്ഷെ എനിക്കെന്തോ വിശക്കുന്നു. ഞാൻ ഒത്തുന്ന പിന്നെ ലഞ്ച് കഴിക്കാന്ന്. അത് കഴിഞ്ഞിട്ട് അടുത്ത റൗണ്ട് പിടിക്കണം. അത്രേ ഉള്ളൂ. നമുക്ക് ലഞ്ച് കഴിച്ചിട്ട് കാണാം. ഉച്ചയ്ക്ക് ശേഷം ഞാനൊരു മൂവിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. അപ്പം ഞാൻ ആ മൂവിക്ക് പോകാൻ വേണ്ടി പോവാണ്. അപ്പം എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി വരുമ്പോൾ വൈകുന്നേരം ആവും. അപ്പം മൂവി എല്ലാം പോയി കണ്ടിട്ട് വരാം കേട്ടോ. Ravers and parties, the club like safari. My body's so free, no one can stop me. Girls on the dance floor, boys they all want more. I'll show you what's in store.
നമ്മുടെ ടാർഗറ്റ് 7 മണിക്കൂറായിരുന്നു. പക്ഷെ ഞാൻ 6 മണിക്കൂറേ പഠിച്ചിട്ടുള്ളൂ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ എൻ്റെ ടോപ്പിക്സ്, ഞാൻ ഇന്ന് പഠിക്കാൻ ഉദ്ദേശിച്ച ടോപ്പിക്സ് ഞാൻ കവർ ചെയ്തു. പിന്നെ എനിക്ക് വയ്യ, ഇപ്പം സമയം ഒരു 11:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് നേരത്തെ കിടന്ന് ഉറങ്ങണം, എന്നിട്ട് രാവിലെ എഴുന്നേക്കണം. അതിനുവേണ്ടി ഞാൻ ഇപ്പം തന്നെ സ്റ്റോപ്പ് ആക്കാമെന്ന് വെച്ചു. ഇനിയും ഇരിക്കാനുള്ള ഒരു ശക്തി എനിക്കില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു 1 hour കംപ്ലീറ്റ് ആക്കുന്നില്ല, ഇവിടെ വെച്ചിട്ട് നിർത്തുവാണ്. അപ്പം അങ്ങനെയായിരുന്നു എൻ്റെ ഈ ഒരു ദിവസം. വിഷു ഒക്കെ ആയിട്ട് ഇതായിരുന്നു എൻ്റെ മെയിൻ പരിപാടി. ആകപ്പാടെ ഒരു എൻ്റർടൈൻമെൻ്റ് എന്ന് പറഞ്ഞത് മൂവിക്ക് പോയി എന്നത് മാത്രമാണ്. അല്ലാണ്ട് വലിയ കാര്യമായിട്ട് വേറെ ഈ വിഷുപരമായിട്ടുള്ള വലിയ പരിപാടിയൊന്നും ഇല്ല. അപ്പം ഇത്രേ ഉള്ളൂ ഈ ഒരു സ്റ്റഡി വ്ളോഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. അപ്പം നിങ്ങൾ ഈ ഒരു ചാലഞ്ച് എടുക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ അതോടെ പറയട്ടോ. അപ്പം അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.